പിന്നെ മലയാളം നമ്മുടെ നാട്ടിൽ തൃശ്ശൂര് ഒരു സ്റ്റുഡിയോയിൽ ഞാൻ ഈ പാട്ട് പാടിയിടുമ്പോൾ എനിക്കറിയില്ല അത് തേടി ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു തമിഴ് പാട്ടിന് വേണ്ടി ഒരാൾ അന്വേഷിച്ചു വരുന്നു. അല്ലെങ്കിൽ അത് എനിക്ക് ചിലപ്പോൾ അത് വേണമെങ്കിൽ ഒരു പക്ഷേ ആൽബാക്കായിരുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ വെറുതെ പാടിയിടായിരുന്നു, വാട്സപ്പിൽ കുറച്ച് സ്റ്റാറ്റസ് ഇട്ട് വയ്ക്കായിരുന്നു. ചിലപ്പോൾ ആ ജന്മം അല്ലെങ്കിൽ ആ പാട്ടിന്റെ ജീവൻ അതോടുകൂടി കഴിഞ്ഞേനെ. നേരത്തെ പറഞ്ഞ യാദൃശ്ചികം, നിമിത്തം എന്നൊക്കെ പറയുമ്പോൾ സുധിയേട്ടൻ സംസാരിച്ച അതിന്റെ ബാക്കിയിട്ട് പറയുകയാണ്. ശരിക്കും ദൈവാധീനം, ദൈവം അനുഗ്രഹിച്ചൊരു വേദിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു സിനിമയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെടുമ്പോൾ ഈ സിനിമയുടെ പോലെ തന്നെ ഈ പാട്ടുകളും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. സാറിൻ്റെ പാട്ടൊക്കെ അസാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു ഗംഭീരമായിട്ട് ആലോചിച്ചിട്ടുണ്ടാവട്ടെ. അത് എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു കൈയടി കൂടി കൊടുക്കണം കേട്ടോ. ശരിക്കും സജീവേട്ടൻ, അതുപോലെ തന്നെ സുധീരേട്ടൻ, പിന്നെ ഇതിന് ജീവൻ ഏകിയിട്ടുള്ള എല്ലാ വ്യക്തികളോടും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഞാൻ ഈ പാട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം, പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ഞാൻ എഴുതി, ഞാൻ കമ്പോസ് ചെയ്തു, ഞാൻ പാടി, അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു അറിയപ്പെട്ടത്. പക്ഷെ ഞാൻ പറയല്ലോ, തമിഴ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാളം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന നമ്മുടെ ശ്രീനിവാസൻ സാർ ഈ പാട്ട് പാടി എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. അപ്പൊ സാറിന്റെ അഭാവത്തിൽ സാറിന് ഞാൻ നന്ദി പറയണം.